ദില്ലിയിലെ കേരള ഹൗസിലെ ബീഫ് റെയ്ഡിൽ പോലീസ് നടത്തിയത് ചട്ടവിരുദ്ധമായ നീക്കമെന്ന് ദില്ലി സർക്കാർ. ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി മനു ശങ്കരൻ ചേരുന്നു. മനു, കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ദില്ലി പോലീസിന്റെ ചട്ടവിരുദ്ധമായ നീക്കമാണ് ഇവിടെ ബീഫ് റെയ്ഡിൽ കണ്ടത് എന്ന് ദില്ലി സർക്കാരിന്റെ റിപ്പോർട്ട്. വിവരങ്ങൾ, വിശദാംശങ്ങൾ. അജിംഷാദ് കേരള ഹൗസിൽ പശുമാംസം വിൽക്കുന്നെന്ന് ആരോപിക്കുകയും തുടർന്ന് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നതിനായി ദില്ലി പോലീസ് കേരള ഹൗസിലേക്ക് കടന്നു കയറിയത് തികച്ചും ചട്ടവിരുദ്ധമായ നടപടിയായിരുന്നുവെന്നാണ് ഇപ്പോൾ ദില്ലി സർക്കാരിന്റെ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ പീപ്പിൾ ടിവിക്ക് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നത് ദില്ലി പോലീസ് വളരെ ചട്ടവിരുദ്ധമായ നടപടിക്രമങ്ങളാണ് പാലിച്ചത്. ഇത്തരത്തിൽ ഒരു സർക്കാർ അധീനതയിലുള്ള ഒരു ഭവനത്തിലേക്ക് ഇത്തരത്തിൽ കയറുവാനോ മറ്റു റെയ്ഡ് നടത്തുന്നതിനോ ദില്ലി പോലീസിന് അധികാരമില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ദില്ലി പോലീസ് പശു മാംസം വിൽക്കുന്നത് സംബന്ധിച്ചുള്ള പരാതി ലഭിച്ചുവെന്ന് ആരോപിച്ച് റെയ്ഡ് നടത്തുന്നതിനായി കേരള ഹൗസിന്റെ അകത്തേക്ക് കയറിയത്. ഇത് അംഗീകരിക്കാനാകാത്തതെന്നും ഇത് ഇവരുടെ നടപടിക്രമങ്ങളിൽ ഉള്ളിൽ വരാത്തതാണെന്നുമാണ് ദില്ലി സർക്കാരിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, ഇത് 1994 DSCP ആക്ട് പ്രകാരം ചട്ടവിരുദ്ധമായ നടപടിക്രമമാണെന്നും വളരെ വ്യക്തമായി റിപ്പോർട്ടിന്റെ എല്ലാ ഭാഗങ്ങളിലും തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ ഒരു പശുമാംസം വിൽക്കുന്നുണ്ടോ ഇത് സംബന്ധിച്ചുള്ള റെയ്ഡ് നടത്തേണ്ടത് മൃഗസംരക്ഷണ വകുപ്പിന്റെ സംബന്ധിച്ചുള്ള, പ്രത്യേകിച്ച് ഭക്ഷ്യവകുപ്പിന്റെ സംബന്ധിച്ചുള്ള മേഖലകളിൽ നിന്നുള്ളവരാണ്. അതിൽ ഡൽഹി പോലീസ് തന്നെ നേരിട്ട് ഇടപെടുന്നത് ചട്ടവിരുദ്ധമായ നടപടിയാണെന്ന് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഡൽഹി പോലീസിന് ഇത്തരത്തിൽ ബീഫ് വിളമ്പുന്നുണ്ടോ എന്ന് സംബന്ധിച്ച് പരിശോധിക്കാനുള്ള യാതൊരു അധികാരങ്ങളും ഇല്ല എന്നുള്ള കാര്യവും ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഡൽഹി പോലീസ് അടക്കം ദില്ലി DCP അടക്കം വ്യക്തമാക്കിയിരുന്നത് ചില ക്രമസമാധാന പ്രശ്നങ്ങൾ ഇവിടെ നിലനിന്നിരുന്നു. ഈ പ്രശ്നങ്ങൾ അന്വേഷിക്കുന്നതിനായാണ് ദില്ലി സർക്കാർ കേരള ഹൗസിലേക്ക് എത്തിയിരുന്നത് എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല, BJP നേതാക്കളടക്കം അരുൺ ജെയ്റ്റ്ലി അടക്കം ആദ്യ സമയങ്ങളിൽ ഇതിനോട് പ്രതികരിച്ചിരുന്നത് ചില ക്രമസമാധാന പ്രശ്നങ്ങൾ കേരള ഹൗസിൽ ഉണ്ടെന്ന റിപ്പോർട്ട് ലഭിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ദില്ലി പോലീസ് കേരള ഹൗസിനകത്തേക്ക് കയറി ചെന്നതെന്നും ഇത് അന്വേഷിക്കാനായാണ് എത്തിയതെന്നും ദില്ലി പോലീസിന്റെ DCPയും കേന്ദ്ര മന്ത്രിസഭയിലെ തന്നെ പ്രതിനിധികളും ഇതിനെ ന്യായീകരിക്കുന്നതിനായി പറയുകയുണ്ടായി. എന്നാൽ അത് തീർത്തും തെറ്റാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. കാരണം അവിടെ ക്രമസമാധാനപരമായ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലായിരുന്നുവെന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിനാൽ തന്നെ പോലീസ് കയറി ചെന്നത് ബീഫ് റെയ്ഡ് നടത്താനായിരുന്നു എന്ന കാര്യം വ്യക്തമാണെന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതിനാൽ തന്നെ ദില്ലി പോലീസിന്റെ നടപടി തീർത്തും അംഗീകരിക്കാനാകാത്തതാണെന്ന് വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഇത്തരത്തിലൊരു ക്രമസമാധാന പ്രശ്നത്തിന്റെ പേരിലല്ലായിരുന്നു എന്ന് ദില്ലി പോലീസ് കടന്നു ചെന്നത്, പകരം ബീഫ് റെയ്ഡ് നടത്തുവാനായിരുന്നു കടന്നു ചെന്നതെന്നും റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ബീഫ് റെയ്ഡ് നടത്തുന്നതിനായുള്ള പ്രത്യേകമായുള്ള അധികാരങ്ങളൊന്നും ദില്ലി പോലീസിൽ ഇല്ല. അതിനാൽ എന്ത് അടിസ്ഥാനത്തിലാണ് ദില്ലി പോലീസ് ഇതിലേക്ക് കടന്നു വന്നതെന്നും കേരള ഹൗസിനകത്തേക്ക് വിവരങ്ങൾ നൽകിയത്. ദില്ലി പോലീസിനെതിരെ ദില്ലി സർക്കാർ തന്നെ രംഗത്ത്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ദില്ലി പോലീസ് നടത്തിയത് ചട്ടവിരുദ്ധമായ നീക്കമാണ് കേരള ഹൗസിലെ ബീഫ് റെയ്ഡുമായി ബന്ധപ്പെട്ട്. ഇതിന്റെ വിശദാംശങ്ങളാണ് ഈ റിപ്പോർട്ട്, ദില്ലി സർക്കാരിന്റെ റിപ്പോർട്ടിന്റെ പകർപ്പ് സഹിതമുള്ള വിശദാംശങ്ങളാണ് ഞങ്ങൾ പുറത്തുവിട്ടത്. ഇതിന്റെ വിശദാംശങ്ങളാണ് മനു ശങ്കരൻ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.